മണ്ണിനെ സ്നേഹിച്ച് കൃഷിയെ ജീവിതമാക്കിയ ഒരാളുടെ വിജയകഥയാണ് കൊടുങ്ങല്ലൂർ ഉഴുവത്തുകടവിൽ താമസിക്കുന്ന വട്ടപ്പറമ്പിൽ ഷാജഹാന്റേത്. സമ്മിശ്ര ജൈവ കൃഷിയിലൂടെയാണ് ഷാജഹാൻ മാതൃകാ കർഷകനായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കൃഷി, മൃഗസംരക്ഷണം, മത്സ്യകൃഷി എന്നീ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുകയാണ് ഷാജഹാൻ. ഏകദേശം 3.5 ഏക്കർ സ്ഥലത്താണ് വൈവിധ്യമാർന്ന കൃഷിരീതികൾ നടപ്പാക്കുന്നത്. നാടൻ വിളകൾക്കൊപ്പം വിദേശിനങ്ങളിൽപ്പെട്ട പഴവർഗ്ഗങ്ങളും ഇവിടെ വളർത്തുന്നുണ്ട്. തേനീച്ച വളർത്തൽ, പശു, ആട്, കോഴി വളർത്തൽ എന്നിവയും കൃഷിയുടെ ഭാഗമാണ്. ഇടവിള കൃഷിയായിട്ടാണ് ഞാൻ ആദ്യം മുതലുള്ള എല്ലാം മിക്സഡ് ആയിട്ടാണ്. ഇന്ന ഒരു ക്രോപ്പ് മാത്രമായിട്ട് ചെയ്യുന്നില്ല. കൃഷിയായിട്ട് മാത്രമേ എന്തുള്ളൂ. കാരണം ഫുൾ ടൈം കൃഷി തന്നെയാണ്. അത് മീനായാലും എല്ലാം മിക്സഡ് ആണ്. മീനായാലും മിക്സഡ് ആണ്, കോഴിയായാലും മിക്സഡ് ആണ്, പച്ചക്കറി ആയാലും മിക്സഡ് ആണ്. പിന്നെ പശു അങ്ങനെ ജേഴ്സി ഉണ്ട്, മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പശുക്കളുണ്ട്. പാലിക്കൂടിയ പശുക്കളാണ്. വെള്ളപ്പൊക്കം വന്നപ്പോൾ പശുക്കളെ കുറച്ചാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് ആകെയുള്ള ഒരു ഉപദേശം എന്ന് പറയാനായിട്ട് ഈ കൃഷി കുട്ടികളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. മണൽ പ്രദേശമായതിനാൽ പച്ചക്കറി കൃഷിക്കായി സ്വന്തമായി നിർമ്മിച്ച 400 കോൺക്രീറ്റ് റിങ്ങുകളാണ് ഉപയോഗിക്കുന്നത്. റിങ്ങുകളുടെ മധ്യഭാഗത്ത് ഇഞ്ചിയും മഞ്ഞളും നട്ടുപിടിപ്പിക്കുന്നു. അരികുകളിൽ മുളക്, പയർ, ചീര, പടവലം തുടങ്ങിയ പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. കുരുമുളക് കൃഷിക്കായി 450 കോൺക്രീറ്റ് തൂണുകളും 1000-ലധികം PVC പൈപ്പുകളും സ്ഥാപിച്ച് വിയറ്റ്നാം മാതൃകയിലുള്ള കൃഷിരീതിയും വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട്. കൃഷിക്കൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിലും ഷാജഹാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അൽസ പ്രൊഡക്ട്സ് എന്ന പേരിൽ ഉണക്കിയ ചെമ്മീൻ, മരച്ചീനി, ചക്ക, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഇഞ്ചി, ചക്കക്കുരു, വിവിധ അച്ചാറുകൾ, നെയ്, തൈര് എന്നിവ വിപണിയിലെത്തിക്കുന്നു. കൂടാതെ കുരുമുളക് തൈകളും പപ്പായ തൈകളും വിൽപ്പന നടത്തുന്നുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ച് വിൽപ്പന നടത്തുന്നതുവഴിയും മികച്ച വരുമാനം ലഭിക്കുന്നുണ്ട്. രാജപാളയം ഇനത്തിലുള്ള നായകളും ഫാമിന്റെ ആകർഷണമാണ്. 2006-ൽ ജില്ലാതലത്തിലെ മികച്ച മത്സ്യകർഷകനുള്ള അംഗീകാരം നേടിയ ഷാജഹാൻ നഗരസഭാ തലത്തിലെ മികച്ച കർഷകനായും ആദരിക്കപ്പെട്ടിട്ടുണ്ട്. പൂഴിമണ്ണിൽ നെൽകൃഷി നടത്തി വിജയകരമായി വിളവെടുത്ത അനുഭവവും അദ്ദേഹത്തിനുണ്ട്. കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ഈ വൈവിധ്യമാർന്ന കൃഷിരീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പൂർവികരിൽ നിന്ന് ലഭിച്ച ഭൂമി കാർഷിക ഭൂമിയായി തന്നെ തലമുറകളിലേക്ക് കൈമാറണമെന്ന ലക്ഷ്യത്തോടെ ട്രസ്റ്റ് രൂപീകരിച്ച് സംരക്ഷിച്ചിരിക്കുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.